കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ബികോം BBA സെക്കൻഡ് സെം കോമൺ കോഴ്സ് മലയാളത്തിൽ സാകേതം എന്ന നാടകത്തിലെ 3-ാം അംഗത്തിൻ്റെ റിവിഷനാണ് ഈ ക്ലാസ്സിൽ നടത്തുന്നത്. 1ഉം 2ഉം അംഗങ്ങളിലെ രാമപട്ടാഭിഷേകത്തിനുള്ള ഒരുക്കങ്ങളും രാമപട്ടാഭിഷേകത്തിൻ്റെ മുടക്കമൊക്കെ കണ്ടു കഴിഞ്ഞു. 3-ാം അംഗത്തിൻ്റെ തുടക്കത്തിൽ സൂത്രധാരൻ അയോധ്യയിലെ അപ്പോഴത്തെ അവസ്ഥയെക്കുറിച്ച് ഇങ്ങനെ പറയുകയാണ്. പെരുമ്പറകളുടെ മുടക്കം ഒക്കെ നിന്നു. സീത രാമനെ പ്രതീക്ഷിച്ചുകൊണ്ട് നിൽക്കുകയാണ്. പരദേവതകളൊക്കെ കോപിച്ചിരിക്കുകയാണ്. എന്താണ് ഇവിടെ സംഭവിച്ചത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ഇങ്ങനെ സൂത്രധാരൻ പറയുകയാണ് തുടക്കം. അതിനുശേഷം രാമനും സീതയും തമ്മിലുള്ള സംഭാഷണമാണ്. അപ്പോൾ രാമന് സീതയെ വനത്തിൽ കൊണ്ടുപോകാനായിട്ട് ഒട്ടും താല്പര്യമില്ല. പക്ഷേ സീത പറയുന്നത് എനിക്കിവിടുത്തെ ഈ സന്തോഷത്തെക്കാളും രാമൻ്റെ കൂടെ പോരുന്നതാണ്, അപ്പോൾ അതുകൊണ്ട് ഞാൻ കാട്ടിലേക്ക് പോരുകയാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ രാമൻ ഇങ്ങനെ ദശരഥനെ കുറിച്ച് പറയുന്നുണ്ട്. കാമം തന്നെയാണ് ധർമാർത്ഥങ്ങളെക്കാൾ ശക്തം. അയോധ്യയിലെ രാജാക്കന്മാർ ഭാവിയിലെങ്കിലും സ്ത്രീക്ക് വേണ്ടി രാജ്യത്തെ ഹോമിക്കാതിരിക്കട്ടെ എന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ഭരതനെ കുറിച്ചിട്ട് സീത ചോദിക്കുന്നുണ്ട്, ഭരതൻ്റെ മനസ്സിലെന്താണെന്ന് ആരെങ്കിലും അന്വേഷിച്ചു. അപ്പോൾ രാമൻ പറയുന്നുണ്ട്, പിന്നെ ജ്യേഷ്ഠൻ കാട്ടിലും അച്ഛൻ വാർദ്ധക്യത്തിലും ആണെങ്കിൽ ഭരതന് പിന്നെ എങ്ങനെ വേണമെങ്കിലും ഭരിക്കാമല്ലോ. അപ്പോൾ രാമൻ ഈ ഇത്തരം വികാരങ്ങളൊന്നും ഇല്ലാത്ത ആളാണെന്ന് പറയുമ്പോൾ രാമൻ്റെ ആ കോപം, മനുഷ്യവികാരങ്ങൾ അതെല്ലാവരിലും ഉണ്ടെന്ന് കാണിക്കുകയാണ്. അതേപോലെ തന്നെ കൈകേയിയുടെ അന്തഃപുരത്തിൽ നിന്ന് പോകുമ്പോഴും ആ ഒരു രീതി നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ സീത ഏതായാലും രാമൻ്റെ കൂടെ തന്നെ പോകാനായിട്ട് തീരുമാനിക്കുകയാണ്. അപ്പോൾ എനിക്ക് ഈ കൊട്ടാരത്തിൽ നിൽക്കുന്നതിനേക്കാൾ കൂടുതൽ സന്തോഷം ആ വനത്തിലാണ് എന്ന് പറയുകയാണ് സീത. ഇപ്പോൾ രാമൻ സീതയെ അവിടുത്തെ കാട്ടിലെ ബുദ്ധിമുട്ടുകളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട്. പക്ഷേ സീത അതിലൊന്നും വഴങ്ങുന്നില്ല. അപ്പോൾ ഈ സമയത്താണ് ലക്ഷ്മണൻ പ്രവേശിക്കുന്നത്. അപ്പോൾ ലക്ഷ്മണനോട് നിൻ്റെ അഭിപ്രായം എന്താ ചോദിക്കുമ്പോൾ ലക്ഷ്മണനും ഞാനും കൂടെ കാട്ടിലേക്ക് വരികയാണെന്നുള്ള തീരുമാനത്തിൽ മാറ്റില്ല എന്ന് പറയണം. അപ്പോൾ ലക്ഷ്മണൻ പറയുന്നുണ്ട്, പിന്നെ അന്ധന്മാരുടെ എണ്ണം അയോധ്യയിൽ പെരുകട്ടെ, 2 വഴിയേ ഉള്ളൂ. ഒന്നുകിൽ ജ്യേഷ്ഠൻ്റെ ഒപ്പം കാട്ടിലേക്ക് ഞാനും വരും, അല്ലെങ്കിൽ അയോധ്യയുടെ സിംഹാസനം ഞാൻ അങ്ങയുടെ മുമ്പിൽ കാഴ്ചവെക്കും, മറ്റുള്ളവരോടൊക്കെ പടവെട്ടിയിട്ട്. അപ്പോൾ ഇതിലേതാണ് ചെയ്യേണ്ടതെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ സീത പറയാണ്, ഞാൻ പറഞ്ഞോളാം, നമുക്ക് 3 പേർക്കും കൂടി എന്തായാലും വനത്തിൽ പോവാമെന്ന് പറയാം. അപ്പം അങ്ങനെ അവർ വനത്തിൽ പോവാനായിട്ട് 3 പേരും കൂടി തീരുമാനിക്കുന്നു. പിന്നെ രാമൻ കൗസല്യയോട് അനുഗ്രഹം വാങ്ങാൻ വേണ്ടി പോകുന്നുണ്ട്. അപ്പോൾ അതിന് ശേഷം കൗസല്യ കണ്ണീരൊഴുക്കിയിട്ടാണ് മകനെ യാത്രയാക്കുന്നത്. അപ്പോൾ രാമൻ ഇങ്ങനെ പറയേണ്ട, ആ സ്ത്രീയെ ആശ്വസിപ്പിക്കാൻ ആർക്കും കഴിയുകയില്ല, കാലം തന്നെ ആ പരീക്ഷണം നടത്തട്ടെ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ പിന്നെ സൂത്രധാരൻ ഇങ്ങനെ പോകാനായിട്ടുള്ള മുഹൂർത്തം അടുത്തു എന്ന് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അപ്പോഴേ കൈകേയി തന്നെ രാമനും ലക്ഷ്മണനും സീതയ്ക്കും കൊടുക്കാനുള്ള മരവുരി കൊടുക്കുന്നുണ്ട്. കൈകേയി മരവുരി കൊടുത്തുകൊണ്ട് ഞാൻ തന്നെ നിങ്ങൾക്ക് സമ്മാനിക്കുകയാണെന്ന് പറയുമ്പോൾ രാമൻ പറയുന്നുണ്ട്, മരവുരിയോ കാപ്പോ കിരീടോ എന്താ നിങ്ങൾക്ക് തരാൻ ഇഷ്ടച്ചത് തന്നോളൂ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ കൈകേയി പറയേണ്ടത്, ഭരതന് ജന്മം നൽകിയതുകൊണ്ട് രാമനോട് വാത്സല്യം ഇല്ലാതായില്ല, ഭരതന് കിരീടം നൽകിയതുകൊണ്ടും വാത്സല്യം കുറഞ്ഞിട്ടില്ല എന്ന് ലോകം അറിയട്ടെ. സീത ഈ മരത്തോല അണിയുമ്പോൾ നീയും അമ്മയെ വെറുക്കും, പക്ഷേ നീ ഒരമ്മയാവുമ്പോൾ അത് പൊറുക്കുകയും ചെയ്യുമെന്നൊക്കെ പറഞ്ഞിട്ടാണ് കൈകേയി ഇവർക്ക് മരവുരി കൊടുക്കുന്നത്. അപ്പോൾ മരവുരി പിടിച്ച് നിൽക്കുമ്പോൾ വസിഷ്ഠൻ വരികയാണോ, വസിഷ്ഠൻ എന്തിനാണ് ഈ മരവുരിയും ചോദിക്കുന്നുണ്ട്. അപ്പോൾ കൈകേയി പറഞ്ഞു, കാട്ടിൽ മരവുരിയാണ് നല്ലത്. അപ്പോൾ രാമൻ ലക്ഷ്മണൻ ധരിച്ചാലും സീത ഒരിക്കലും മരവുരി ധരിക്കേണ്ടതില്ല എന്ന് വസിഷ്ഠൻ നിർബന്ധം പറയുന്നുണ്ട്. വസിഷ്ഠൻ പറയുന്നുണ്ട്, പിന്നെ ശാഠ്യങ്ങൾക്കൊക്കെ അതിരുണ്ട്, കൈകേയി ചെയ്യുന്നത് ഒട്ടും ശരിയല്ല, നിനക്ക് ഒരിക്കലും പുറത്തു തരാനായിട്ട് കഴിയില്ല എന്നൊക്കെ കൈകേയിയോട് പറയുന്നു. അപ്പോൾ കൈകേയി പറയുന്നുണ്ട്, ഗുരു എന്നോട് ക്ഷമിച്ചാലെന്ന്. അപ്പോൾ ഞാൻ നിന്നോട് വേണമെങ്കിൽ ക്ഷമിക്കും, പക്ഷെ ദശരഥനും ഈ രാജ്യവും ചിലപ്പോൾ നിന്നോട് ക്ഷമിക്കേണ്ടാവില്ല എന്ന് പറയണ്ട. അപ്പം ആ സമയത്ത് ദശരഥൻ വന്നു, മുഹൂർത്തം അടുത്തു, ഞാൻ ഒന്നുകൂടി ചോദിക്കുകയാണ് കൈകേയി, ഒരിക്കലും നിൻ്റെ ഈ തീരുമാനത്തിന് ഇളക്കല്ലേ എന്ന് ദശരഥൻ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആ സമയത്തും കൈകേയിയുടെ തീരുമാനത്തിന് യാതൊരു മാറ്റവും ഇല്ല എന്ന് തന്നെ പറയും. അങ്ങനെ സുമന്ത്രർ തേരൊരുങ്ങിക്കഴിഞ്ഞു, നമുക്ക് പോവാമെന്ന് പറയുന്നു.
അപ്പോൾ ദശരഥൻ ചോദിക്കുന്നുണ്ട്, സുമന്ത്രർ തന്നെയല്ലേ തേര് തെളിക്കുന്നത്? അപ്പോൾ സുമന്ത്രർ പറയുന്നു, ഇന്ന് എനിക്ക് എൻ്റെ കൈകൾ കുഴയുന്നുണ്ട്. അപ്പോൾ ദശരഥൻ പറയുന്നുണ്ട് എല്ലാവരോടും കൂടി കാട്ടിലേക്ക് പോവാനായിട്ട്. അപ്പോൾ കൈകേയി പറയുന്നു, പിന്നെ സാരം കുടിച്ച മദ്യപാത്രം പോലെ ശൂന്യമായിട്ടുള്ള രാജ്യം ഭരതന് ആവശ്യമില്ല. അപ്പോൾ വസിഷ്ഠൻ പറയുന്നുണ്ട്, രാമൻ എവിടെ വസിച്ചാലും അവിടെ നാടാവും. അങ്ങനെ ഇക്ഷ്വാകുവിൻ്റെ വംശം കിരാത വംശമല്ല. ഈ കാട്ടിൽ അവനെ ഉപേക്ഷിക്കാനായിട്ട് കഴിയില്ല എന്നൊക്കെ ദശരഥൻ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോഴാണ് മരവുരിയൊക്കെ ധരിച്ചിട്ടുള്ള രാമലക്ഷ്മണന്മാരും സീതയും കൂടിയും പ്രവേശിച്ചത്. അപ്പോൾ വേഷം കണ്ടപ്പോൾ ദശരഥന് വീണ്ടും ദേഷ്യം വന്ന് കൈകേയിയെ വധിക്കാനായിട്ട് കഠാര ഉയർത്താനായിട്ട് ശ്രമിച്ചു. പിന്നെ അത് ഉറയിൽ തന്നെ ഇടുകയാണ്. അപ്പോൾ ദശരഥൻ പറയുന്നുണ്ട് രാമനോട്, നിങ്ങൾ എന്നെ കൊന്നാലും ഒരു കുഴപ്പമില്ല, വെച്ചാൽ അതിന് മാത്രം ഞാനിപ്പോൾ ആകെ അവശനായി കഴിഞ്ഞിരിക്കുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ കൈകേയി പറയുന്നുണ്ട്, അതിലേറെ നല്ലത് എന്നെ കൊല്ലുകയാണ്, അതാണ് നല്ലത് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ രാമൻ അതിനെയൊക്കെ എതിർക്കുകയാണ്. അതിനൊന്നും കുഴപ്പമില്ല, ഭരതൻ രാജ്യം ഭരിക്കട്ടെ, ഭരതൻ രാജ്യം ഭരിക്കട്ടെ, കാടിൻ്റെ ഭംഗി രാമനും ആസ്വദിക്കട്ടെ. ഞങ്ങളേതായാലും വിട പറയുകയാണ്. 14 കൊല്ലം കഴിഞ്ഞിട്ട് തിരിച്ചു വന്നിട്ട് അയോധ്യയുടെ ശ്രീയും കീർത്തിയും ഒക്കെ വർദ്ധിച്ച് ആ അയോധ്യയിൽ ഞങ്ങൾ വീണ്ടും രാജ്യം ഭരിക്കും എന്നൊക്കെ പറഞ്ഞ് രാമൻ പോവാനായിട്ട് തുടങ്ങുകയാണ്. അപ്പോൾ വസിഷ്ഠൻ രാമനെ ആശീർവദിക്കുന്നുണ്ട്. അപ്പോൾ കൈകേയി പറയുന്നുണ്ട്, നീ എൻ്റെ പുത്രനായിട്ട് പിറക്കാത്തതിൽ ഞാൻ ദുഃഖിക്കുന്നു എന്ന്. ദശരഥൻ സീതയോട് പറയുന്നുണ്ട്, കാട്ടുമൃഗങ്ങളെ കൊല്ലാൻ ഉണ്ണികൾക്ക് കൗതുകം തോന്നും, നീ ഒരിക്കലും അത് അനുവദിക്കരുതെന്ന് പറഞ്ഞിട്ട് സീതയെ സ്നേഹപൂർവ്വം യാത്രയാക്കുകയാണ്. അങ്ങനെ രാമൻ കൗസല്യയോട് വിട ചോദിക്കുകയാണ്. അപ്പോൾ കൗസല്യ, മക്കളെ പിരിയുന്ന ദുഃഖം ഉണ്ടെങ്കിലും 14 കൊല്ലം കഴിഞ്ഞ് തിരിച്ചു വന്ന് നീ വീണ്ടും ഈ സിംഹാസനത്തിൽ ഇരിക്കുന്ന എനിക്ക് കാണണമെന്ന് കൗസല്യ പറയുക. അപ്പോൾ ദശരഥൻ പറഞ്ഞു, നാം ഒറ്റയ്ക്ക്. അപ്പോൾ കൗസല്യ പറഞ്ഞു, അല്ല, ഞാൻ അങ്ങയുടെ അരികിലുണ്ട്, നമ്മൾ രണ്ടുപേരും ആദ്യവും അങ്ങനെയായിരുന്നല്ലോ എന്ന് ദശരഥൻ പറയുന്നു. സൂത്രധാരൻ അപ്പോൾ അയോധ്യയുടെ ഇപ്പോഴത്തെ അവസ്ഥയെക്കുറിച്ച് പറയുന്നുണ്ട്. രാമനും സീതയും ലക്ഷ്മണനും പോകുന്നത് കണ്ടപ്പോൾ സൂര്യൻ പെട്ടെന്ന് മറഞ്ഞു, ഗ്രഹങ്ങളൊക്കെ മങ്ങിപ്പോയി, നക്ഷത്രങ്ങൾ നിറം കെട്ടു എന്നൊക്കെ പറയുന്നുണ്ട്. ദശരഥന് അങ്ങനെ ഉണർന്നിരിക്കുമ്പോഴും എന്തൊക്കെയോ കിനാവ് കാണുന്ന പോലത്തെ അവസ്ഥകളാണ്. അപ്പോൾ ഭരതനും ശത്രുഘ്നനും ഇതുവരെ വന്നില്ലേന്ന് ദശരഥൻ ചോദിക്കുമ്പോൾ കൈകേയി ഇല്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഭരതൻ വന്നില്ലേന്ന് ചോദിക്കുമ്പോൾ കൈകേയി വന്നിട്ടില്ല എന്ന് പറയുന്നുണ്ട്. കൈകേയിയെ ദശരഥന് ഒരിക്കലും ഉൾക്കൊള്ളാനായിട്ട് പറ്റുന്നില്ല. അപ്പോൾ കൈകേയി അത് കേട്ടപ്പോഴേ പൊട്ടിക്കരയാണ്. അപ്പോൾ ദശരഥനും പറയുന്നുണ്ട്, ഈ കാര്യത്തിൽ ഭവതിയെങ്കിലും സന്തോഷിക്കുന്ന വിചാരിച്ചോ, ഭവതിക്കും ദുഃഖം തന്നെയാണോ? അപ്പോൾ സർവ്വവും ചുട്ടരിക്കുന്ന ദുഃഖത്തിലാണ് നാം സുഖത്തെ തേടി അലഞ്ഞത്. ദുഃഖം ചേർക്കാതെ മനുഷ്യനിർമ്മിതി സാധ്യമല്ലായിരിക്കും എന്നൊക്കെ ദശരഥൻ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ വീണ്ടും എന്നിട്ട് ചോദിക്കുന്നുണ്ട്, ഭരതൻ വരാത്തത് എന്തെന്ന്. അപ്പോൾ കേകയത്തു നിന്ന് യാത്ര പുറപ്പെട്ടിരിക്കുക എന്ന് കൈകേയി മറുപടി പറയുന്നുണ്ട്. അപ്പോൾ ദശരഥൻ പറയേണ്ട, അങ്ങനെയാണെങ്കിൽ ഭവതി പട്ടാഭിഷേകത്തിനുള്ള ഒരുക്കങ്ങളൊക്കെ നോക്കിക്കൊള്ളൂ എന്ന് പറയുന്നുണ്ട് കൈകേയിയോട്. ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും സുമന്ത്രർ വരികയാണ്. അപ്പോൾ സുമന്ത്രർ രാമലക്ഷ്മണന്മാരെ കൊണ്ടാക്കിയിട്ടാണ് വരുന്നത്. അപ്പോൾ ആ വിശേഷങ്ങൾ ഇങ്ങനെ ചോദിക്കുകയാണ് ദശരഥൻ. അപ്പോൾ തമസാതീരം വരെ പൗരാവലി രാമനെ അനുഗമിച്ചു. അവിടുന്ന് അവർ ഗോമതി, സന്ധ്യക തുടങ്ങിയിട്ടുള്ള നദികളൊക്കെ കടന്ന് ഗംഗാതീരത്ത് എത്തി. വേടരാജാവായിട്ടുള്ള ഗുഹൻ അവരെ സ്വീകരിച്ചു. അപ്പോൾ ദശരഥൻ പറയുന്നുണ്ട്, ഗുഹൻ നമ്മുടെ പ്രിയതോഴനാണ് എന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് ദശരഥൻ ഇങ്ങനെ പറയുന്നുണ്ട്, ഞാൻ ചത്ത് ജീവിക്കുന്ന ഒരാളാണ്. സുമന്ത്രർ പിന്നെ ഇങ്ങനെ അവർ യാത്ര ചെയ്ത ആ വഴികളെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സുമന്ത്രരെ വൽക്കലവും ജടയൊക്കെ ധരിച്ച് കുമാരന്മാരെ വൈഷ്ണവ ശൈവ സാക്ഷാത്കാരങ്ങളായി പ്രകാശിക്കുന്നു എന്നൊക്കെ ദശരഥനോട് പറഞ്ഞു. അങ്ങനെ പിന്നെ ആ കാട്ടിൽ അവരുടെ വിശേഷങ്ങളൊക്കെ പറയണം. അപ്പോൾ എന്താണ് അവസാനമായി പറഞ്ഞതെന്ന് ദശരഥൻ ചോദിക്കുന്നുണ്ട്. 14 വർഷം കഴിഞ്ഞാലുടെ ഉണ്ണികൾ മടങ്ങി വരും, ഭരതനെ രാജാവായി വാഴിക്കണം. ഇപ്പോൾ പിന്നെ അമ്മ കൈകേയും അച്ഛനും എന്ത് പറഞ്ഞാലും അത് നിങ്ങൾ നടത്തി കൊടുക്കണം എന്നൊക്കെ സുമന്ത്രരോട് പറഞ്ഞതായിട്ട് പറയണം. അപ്പോൾ ആ സമയത്ത് ദശരഥനെ കൗസല്യയെ കാണാനായിട്ട് തോന്നുന്നുണ്ട്. കൗസല്യ വരുന്നുണ്ട്. കൗസല്യ ജനങ്ങളെ ആശ്വസിപ്പിക്കാനായിട്ട് സുമന്ത്രരോട് പറയുന്നുണ്ട്.
ഇങ്ങനെ കൗസല്യയും ദശരഥനും തമ്മിലുള്ള സംഭാഷണങ്ങളാണ്. പിന്നെ അപ്പോൾ ദശരഥൻ കൗസല്യയോട് മാപ്പ് ചോദിക്കുകയാണ് എപ്പോഴും അവളെ ഇങ്ങനെ അവഗണിച്ചതിന്. അപ്പോൾ അത് കൗസല്യ ഞാൻ അങ്ങനെ വിചാരിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ട് അതൊക്കെ ക്ഷമിച്ചു കൊടുക്കുകയാണ്. ആ സമയത്ത് ഗുഹൻ ദശരഥനെ കാണാനായിട്ട് കാത്തു നിൽക്കുന്നു എന്ന് അറിയുന്നുണ്ട്. അങ്ങനെ ദശരഥൻ ഗുഹനെ കാണുകയാണ്. ഗുഹൻ തൻ്റെ പരാതി അറിയിക്കാനായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പം ഗുഹൻ്റെ വാക്കുകൾ കേട്ടപ്പോൾ ദശരഥനെ തീരെ ആശ്വാസം കിട്ടിയില്ല. അപ്പോൾ ദശരഥൻ പറയേണ്ട ഒരു മൃദുവായിട്ടുള്ള വാക്കെങ്കിലും നീ എന്നോട് പറയും. നീ എനിക്ക് എല്ലാ പ്രാവശ്യവും വനവിഭവങ്ങളുമായിട്ടല്ലേ വരാറുള്ളത്. അപ്പം ഗുഹൻ പറയുന്നുണ്ട് എനിക്കതിന് കഴിയില്ല, ഞാൻ ഈ പ്രാവശ്യം ഉണ്ടായിരുന്ന വനവിഭവങ്ങളൊക്കെ ഉണ്ണികൾക്ക് കൊടുത്തയച്ചു എന്ന് പറയുന്നുണ്ട്. അങ്ങനെ വളരെയധികം വികാരവായ്പോട് കൂടിയിട്ട് മാപ്പ് ചോദിച്ച് ഗുഹൻ അവിടുന്ന് വിടവാങ്ങുകയാണ്. കൗസല്യ ദശരഥനെ ഇങ്ങനെ സ്നേഹപൂർവ്വം തലോടുന്നുണ്ട് ഈ സമയത്ത്. അപ്പോൾ ആ സമയത്ത് കൗസല്യയോട് ദശരഥൻ മുനികുമാരൻ അമ്പേറ്റ് മരിച്ച കാര്യങ്ങൾ ഇങ്ങനെ പറയും, അത് ഓർക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ദശരഥൻ പറയുന്നത് എനിക്കും അങ്ങനെയുള്ള ഒരു സമയം ഇപ്പോൾ ആഗതമായി എന്നാണ് തോന്നുന്നത്. ഭരതനും ശത്രുഘ്നനും വന്നിട്ടില്ലേ എന്ന് ദശരഥൻ ചോദിക്കുന്നുണ്ട്. അതിനുശേഷം കൗസല്യയും ദശരഥനും തമ്മിലുള്ള സംഭാഷണമാണ്. അവസാനം ദശരഥൻ കൗസല്യയെ തൻ്റെ അരികത്തു നിന്ന് പറഞ്ഞയക്കുന്നുണ്ട്. അപ്പോൾ ദുഃഖത്തോടു കൂടി പൊട്ടിക്കരഞ്ഞുകൊണ്ട് കൗസല്യ അവിടുന്ന് പോവുകയാണ്. ആ സമയത്ത് ദശരഥൻ അങ്ങനെ മരണത്തിന് കീഴടങ്ങുകയാണ്. അപ്പോൾ ആ സമയത്ത് സൂത്രധാരൻ പ്രവേശിച്ച് ഇങ്ങനെ പറയുന്നുണ്ട്, മരണം എല്ലാത്തിനെയും മറയ്ക്കാനുള്ള ഒരു താവളമായിരിക്കാം, എല്ലാ പാപങ്ങളും ഇറക്കി വയ്ക്കാനുള്ള ഒരു താവളമായിരിക്കാം മരണം. അപ്പോൾ ആ മരണം ഇപ്പോൾ ദശരഥനെ പുൽകിയിരിക്കുന്നു. പക്ഷേ മനുഷ്യൻ എന്തിനാണ് ഈ പാപഭാരം പേറുന്നത് എന്ന് സൂത്രധാരൻ ചോദിക്കുന്നുണ്ട്. അതോടുകൂടിയിട്ട് സാകേതം എന്നുള്ള നാടകം അവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ പാപഭാരവും അത് പേറി നടന്ന അവസാനം അതിൻ്റെ ശിക്ഷ അനുഭവിക്കേണ്ടി വരുന്ന മനുഷ്യ ജന്മങ്ങൾ അതിനെ കാണിക്കുകയാണ് നാടകകൃത്ത് ചെയ്യുന്നത്. ഇത്രയാണ് സാകേതം എന്ന് പറയുന്ന നാടകം ഉള്ളത്.